ഗൈസ് ജഫോട്ടങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് യൂട്യൂബിൽ പുറത്തു നിന്നൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. പറഞ്ഞു വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്ന പുറത്തുനിന്നൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വോയിസ് ഞാനിപ്പം കാറിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൈക്ക് ഉപയോഗിച്ച് വീഡിയോ ചെയ്താൽ തന്നെ ചില സമയത്ത് നമ്മുടെ വോയിസ് എന്ത് ചെയ്യും, വോയിസിൻ്റെ അവിടെ കുറേ നോയ്സ് വരും. അതായത് അപശബ്ദങ്ങൾ, നമ്മുടെ വോയിസ് അല്ലാതെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ മഴ പെയ്യുന്ന സൗണ്ട് ഇങ്ങനെ ഭയങ്കര എരപ്പ് കേട്ടോണ്ടിരിക്കും. അതേപോലെ നമ്മൾ എവിടെ പോയി വീഡിയോ ചെയ്താലും ക്രൗഡിൻ്റെ സൗണ്ട് കേട്ട് നമ്മുടെ വോയിസ് അല്ല, നല്ല പൈസേൻ്റെ മൈക്ക് നമ്മൾ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ആ മൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് മാത്രമേ വരുള്ളൂ. അതിൻ്റെ അകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഒഴിവായി കളയും അല്ലേ. പക്ഷേ സാധാരണക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും വലിയ പൈസേൻ്റെ മൈക്കോ കാര്യങ്ങളോ എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനും ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എൻ്റെ ഗ്രൂപ്പിൽ ഇന്നലെ ഒരാൾ ചോദിച്ചു, ഒരു പെൺകുട്ടി ചോദിച്ചു, എങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒഴിവാക്കാൻ പറ്റും, നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ചെയ്യുന്നത് VN ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. VN ആപ്ലിക്കേഷൻ വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇതിൻ്റെ ശരിയായുള്ള സത്യാവസ്ഥ അറിയത്തില്ല. VN ആപ്ലിക്കേഷൻ വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ക്രോപ്പ് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, ഓട്ടോ ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒഴിവാക്കുന്ന ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ സൗണ്ട് വെച്ച് ബാക്ക്ഗ്രൗണ്ടുള്ള നോയ്സ് ഒക്കെ ഒഴിവാക്കി നല്ല വൃത്തിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഈ നോയ്സ് ഒഴിവാക്കുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ ആദ്യം നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ആദ്യം. ഓക്കെ, ഈ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്ത് കണ്ടോണം. അതായത് സൗണ്ട് കാറാട്ടോ, എന്താ ഇതിൻ്റെ കാടെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, റോഡാ. പക്ഷേങ്കിൽ നമ്മുടെ സാധാ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കയറി വരില്ല. കണ്ടില്ലേ, ഈ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. ഞാൻ സംസാരിക്കുന്ന അല്ലാതെ തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ വരുന്നുണ്ട്. അതേപോലെ ഏത് വീഡിയോ ആയിക്കോട്ടെ സൗണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഞാനിങ്ങനെ വോയിസ് എടുത്ത് വെച്ച വീഡിയോ എൻ്റെ വേറെ അടുത്ത് കയ്യിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി വ്ലോഗ് ചാനലിലേക്ക് വേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ VN ആപ്ലിക്കേഷനകത്തോട്ട് കൊടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ നോയ്സ് ഒഴിവാക്കുന്നതെന്ന്. ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റ്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. ന്യൂ പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ അകത്തോട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടിയിലോട്ട് വരുമ്പോൾ, ഏറ്റവും അടിയിൽ നമ്മൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സമയത്ത് ഇവിടെ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. നിങ്ങളെല്ലാവരും എഡിറ്റ്, പക്ഷേ നിങ്ങൾ ഇതുവരെ ചിലപ്പം കൂടുതൽ ആൾക്കാർ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുക. എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് എക്സ്ട്രാക്റ്റ് ഓഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡി നോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഡി നോയ്സ് എന്ന് പറഞ്ഞ സാധനം കാണാൻ അടിയിൽ, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലൊരു സംഭവം ഡി നോയ്സ്, അത് നമ്മൾ ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഓപ്പൺ ആയ സമയത്ത് ഇവിടെ ഒരു പ്രോസസ്സിങ് കാണിക്കും. അത് 100% കംപ്ലീറ്റ് ആവണം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം എന്നിട്ട് നമുക്ക് ഈ സംഭവം മീഡിയം, ഹൈ എന്നൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഡി നോയ്സ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഫുള്ളാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് 100% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ടിക്ക് ഒന്നിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ, നിങ്ങൾ നേരത്തെ പ്ലേ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് അതിനുശേഷം ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതുകൊണ്ട് അവിടെ ഫുള്ള് കാടാട്ടോ, കാടെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, റോഡാ. പക്ഷേങ്കിൽ നമ്മുടെ സാധാ വണ്ടിയോ കാര്യങ്ങളോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നോയ്സ് വരുന്ന വീഡിയോസ് ഉണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഞാനിത് ചെറിയൊരു നോയ്സോ വലിയ അലമ്പുള്ള വീഡിയോ ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് സാധാ മൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരും മൈക്ക് ഉപയോഗിക്കാതെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം. ഇത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പരീക്ഷിക്കുന്ന സംഭവമാണ്. പക്ഷേങ്കിൽ ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇന്നലെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ നമ്മുടെ വാട്സപ്പ് സർവീസിനകത്ത് ഒരു പെൺകുട്ടി ചോദിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്ത സമയത്ത്, അയ്യോ എനിക്കും ഇതിനൊക്കെ അറിഞ്ഞുകൂടാ, ഞാൻ വാട്സപ്പിനകത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു, ഞാനിത് ഒരുപാട് കാലം VN ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളാണ്, പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ താല്പര്യം പ്രകടിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത ദിവസത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബൈ.